തിരുവനന്തപുരം ജില്ലയിൽ വല്ലാത്ത ക്ഷാമം പോലീസിലാണ്. ജില്ലയുടെ പോലീസ് മേധാവി DGPക്ക് ശുപാർശയും നൽകി. പോലീസിൻ്റെ തസ്തികകൾ പലതും ഒഴിഞ്ഞുകിടക്കുന്നുവെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടലിനൊരു കാരണമുണ്ട്. DGP ഓഫീസിന് കുറച്ചപ്പുറം നമ്മുടെ ഭരണസിരാകേന്ദ്രത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സമരമിരിക്കുന്നു. ക്ഷാമം പരിഹരിക്കാൻ അവിടെ ധാരാളം ജീവിതങ്ങളുണ്ടെന്നേ. എന്നിട്ടും എന്താകും സാക്ഷാൽ കേരള സൂര്യൻ പിണറായിയുടെ ദാസന്മാർ അവരെ തസ്തികകളിലേക്ക് നിയമന ശുപാർശ നൽകാത്തത്? നമുക്ക് നോക്കാന്നേ. ആഴത്തിൽ തന്നെ എക്സ്പ്ലോറർ ഖനനത്തിന് വിധേയമാക്കുന്നുണ്ട്. ദി എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് മാത്രം 2602 മൊത്തം ഒഴിവുകൾ ഉണ്ടെന്നാണ് ജില്ലയുടെ പോലീസ് മേധാവി DGPക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. നഗരപ്രദേശങ്ങളിൽ 1225 പേരും ഗ്രാമീണ മേഖലയിൽ 1337 പേരും വേണം എന്നാണ് ശുപാർശ. ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടിയ ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി കുറച്ച് ശുപാർശ ചെയ്തപ്പോഴാണ് ഈ കണക്ക്. ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം ചെറുതായി തടയണം. തട്ടിക്കൊണ്ടുപോകലുകളും മയക്കുമരുന്ന് ലോബിയും യഥേഷ്ടം വളരുന്നു. കൊലപാതകങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും മറ്റൊരു ഭാഗത്ത്. മുമ്പ് ഒസാമ ബിൻ ലാദനെ പാക് സൈനിക താവളത്തിന് അടുത്ത് വച്ച് വകവരുത്തിയ പോലെ പല ഭീകരവാദികളെയും NIA നേരിട്ടെത്തിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ സൂര്യൻ മിസ്റ്റർ വിജയൻ എവിടെ തിരിഞ്ഞാലും കുറച്ചധികം പോലീസ് കൂടെ വേണം. ഇതിനൊക്കെയും അംഗബലം തന്നെ വേണ്ടേ? ആകെയുള്ള 2602 ഒഴിവുകളിൽ 419 പേരെ SI ASI ഡ്രൈവർ തസ്തികകളിലേക്കും ബാക്കി 2183 പേരെ CPOമാരുടെ ഒഴിവുകളിലേക്കുമാണ് ആവശ്യം. ഇനി സംസ്ഥാനത്തുടനീളം 18,229 പോലീസുകാർ ആവശ്യമെന്നായിരുന്നു 2017 സർക്കാരിന് DGP നൽകിയ റിപ്പോർട്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കാണാതാകും. സൂര്യനല്ലേ അപ്പുറത്തിരിക്കുന്നത്? കരിഞ്ഞു പോയതാകും. അതിനും ഇടയുണ്ട്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സൂര്യൻ്റെ കഥ സാക്ഷാൽ ഗോവിന്ദൻ സഖാവ് തന്നെ പറഞ്ഞതാണേ. ഒരു ഭാഗത്ത് ടൂറിസം മേഖലകളുടെ സുരക്ഷയ്ക്കായി അനുവദിച്ച 26 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് കന്റോൺമെന്റിൽ 15 ഒഴിവുകളുണ്ട് സൂര്യേട്ട. പിന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ക്രിമിനൽ നിരക്കിൽ ആസാമിന് തൊട്ടു പിന്നിൽ 5ാം സ്ഥാനത്താണ് പിണറായി എന്ന നവോത്ഥാന ആചാര്യൻ ഭരിക്കുന്ന നമ്മുടെ നാട് വരുന്നത്. കൂടാതെ 2023 ഡിസംബർ 12 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ക്രിമിനൽ നിരക്ക് കൂടിയ ജില്ല നമ്മുടെ എറണാകുളമാണ്. 1,00,000 ജനസംഖ്യയിൽ 817.9% ഇവിടുത്തെ നിരക്ക്. മാഫിയ തലവന്മാരും മയക്കുമരുന്ന് മാഫിയകളും സിനിമാ സഖാക്കളുടെ മയക്കുമരുന്ന് ലോബിയും അത് പ്രത്യേകം പറയണം. ചില ഹാഷിഷുകൾ തന്നെ മൊത്തക്കച്ചവടക്കാരായി വിലസുകയാണ് സിനിമാ മേഖലയിൽ. ഇവരെല്ലാവരും ചേർന്ന് മൊത്തത്തിൽ ഒന്നാമതാക്കി. അതവിടെ ഇരിക്കട്ടെ. ഈ വക തട്ടിക്കൊണ്ടുപോകലും പീഡനവും കൊലപാതകവും ഒക്കെ നടക്കുമ്പോൾ കാഴ്ചക്കാരായാൽ മതിയോ നമ്മുടെ സേനയ്ക്ക്? അതങ്ങനെ അല്ലാതാകണമെങ്കിൽ പണിക്കാർ വേണം ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് നികത്താനുള്ള കുട്ടികളാണ് പൊരിവെയിലത്ത് കഷ്ടപ്പെട്ട് സമരമിരിക്കുന്നത്. ഊണും ഉറക്കവുമില്ലാത്ത അവർ പഠിച്ചുണ്ടാക്കിയതാണ് ഈ ജോലി. അവരിൽ പലരുടെയും സ്വപ്നമാണ് ഇപ്പോൾ നിങ്ങളുടെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അധികാരമെന്ന അപ്പകഷ്ണം നുണയാൻ തുടങ്ങും മുൻപേ നിങ്ങൾ പറഞ്ഞില്ലേ, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന്. ഉറങ്ങുകയല്ല, തെണ്ടുകയാണ് അവരിപ്പോൾ. അവർ മാത്രമല്ല, തങ്ങളുടെ മക്കളുടെ ജീവിതം സ്വപ്നം കണ്ട അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളും അതിനു മുകളിലാണ് സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ ബാലഗോപാലൻ പറഞ്ഞ സമ്പദ്ഘടന കത്തി എരിയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് വിജയൻ സഖാവേ നിങ്ങളുടെ പോലീസ് ഇപ്പോൾ 5038 ഒഴിവുകളുടെ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. നോൺ ജോയിനിങ് ഡ്യൂട്ടി ഒഴിവുകൾ ഉൾപ്പെടെയാണ് 5038 ഒഴിവുകൾ. നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്നാൽ ജോലി ലഭിച്ചിട്ടും പോലീസിൽ ജോയിൻ ചെയ്യാത്തവരാണ്. പുറത്തുവിട്ട കണക്കിൽ എത്രത്തോളമാണ് സത്യമെന്ന് ഇനി തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് തന്നെ ഉരുണ്ട് കളിക്കുകയാണ്. എന്തായാലും ഒന്നോർക്കണം വിജയൻ സർക്കാരെ, നിങ്ങൾ കളിക്കുന്നത് നാട്ടിലെ യുവാക്കളുടെ ഭാവി വെച്ചിട്ടാണ്. നിങ്ങളുടെ മന്ത്രിമാർ പോയി മീൻ വിൽക്കാൻ പറഞ്ഞതും കച്ചവടം ചെയ്യാൻ പറഞ്ഞതും കളിയാക്കിയതും ഒക്കെ അവരെയാണ്. നിങ്ങളുടെ ധാർഷ്ട്യം ഒരു ജനതയെ നോക്കിയാണ്. വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ജനത. ഇനി ഒഴിവുകൾ നികത്താതെ നിലവിലുള്ളവരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ അപ്പോൾ തകർക്കുന്നത് നിലവിൽ തൊഴിൽ ചെയ്യുന്നവരുടെ മാനസിക നിലയാണ്. വിശ്രമമില്ലാത്ത ജോലിയിൽ നിന്നുണ്ടാകുന്ന സംഘർഷം തങ്ങൾക്ക് മുന്നിൽ വരുന്നവരുടെ നേരെ ആയിരിക്കും അവർ പ്രകടിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള നാട്ടിൽ
ഒരു ജനമൈത്രി പോലീസും ഉണ്ടാകില്ല. പകരം ജനമൈത്രി ക്രിമിനലുകളെയാണ് നിങ്ങൾ സൃഷ്ടിക്കുക. അവസാനമായി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, കഴിഞ്ഞ വർഷം 5610 പേരെയാണ് സിവിൽ പോലീസ് തസ്തികയിലേക്ക് എടുത്തത്. ഈ വർഷം 13,975 പേരുടെ ലിസ്റ്റിൽ നിന്ന് 4029 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. അതായത് 21% പേർ. സമരത്തിനിടയിൽ കലാകാരനായ യുവാവ് പറഞ്ഞതുപോലെ അർഹതപ്പെട്ടത് തെണ്ടി വാങ്ങാനാണ് അവർ കിടക്കുന്നത്, അവർ അവിടെ സമരമിരിക്കുന്നത്. മറന്നു പോകരുത് മിസ്റ്റർ വിജയൻ.